ഗൈസ്, പി എസ് സി വിത്ത് അഭിനന്ദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജീവകങ്ങൾ എന്ന ഭാഗമാണ്. ഏത് പരീക്ഷ എടുത്ത് നോക്കിയാലും ജീവകങ്ങൾ എന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു മാർക്ക് ഷുവറാണ്. അപ്പോൾ നമുക്ക് ജീവകങ്ങൾ എന്ന ഭാഗം നോക്കാം. ജീവകങ്ങളിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും നമുക്ക് ജീവകങ്ങളെ രണ്ടായി തിരിക്കാവുന്നതാണ്. അങ്ങനെ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ നമുക്ക് BC എന്നും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ ADEK എന്നായിട്ട് തിരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ കുറച്ച് സവിശേഷതകൾ നമുക്ക് നോക്കാം. ജീവകങ്ങൾക്ക് പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസിമിർ ഫങ്കാണ്. ആകെ മൊത്തം ജീവകങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13 ജീവകങ്ങളാണ് ആകെ മൊത്തമുള്ളത്. പിന്നെ B കോംപ്ലക്സ് ജീവകങ്ങളുണ്ട്. അതായത് ADEK കൊഴുപ്പിൽ ലയിക്കുന്നതും BC ജലത്തിൽ ലയിക്കുന്നതും കൂടാതെ B കോംപ്ലക്സ് ജീവകങ്ങളുണ്ട്. അതൊരു 8 എണ്ണമാണുള്ളത്. കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാരഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകമാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെറ്റിനോളാണ്. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന വിറ്റാമിനാണ്, അല്ലെങ്കിൽ പേരുണ്ട്, ഒരു ഇരട്ടപ്പേരെന്നൊക്കെ പറയാം. ഒരു ഇരട്ടപ്പേരുള്ള വൈറ്റാമിനാണ് ജീവകം എ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റെറ്റിനോളല്ല, അത് കരോട്ടിനാണ്. അപ്പം അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരോട്ടിനാണ്. അത് ഓർത്ത് വെക്കുക, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കരളിൽ സംഭരിക്കുന്ന വിറ്റാമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ എ ആണ്. കണ്ണിന് ആവശ്യമുള്ളത്, ത്വക്കിന് ആവശ്യമുള്ളത്, മുടിക്ക് ആവശ്യമുള്ളത്, മുടിക്കൊക്കെ നല്ല ലഭിക്കുന്നത്, ഈ കണ്ണിന് നല്ല കാഴ്ച വേണമെങ്കിൽ വൈറ്റമിൻ എ വേണം. ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, പിന്നെ കരൾ സംഭവങ്ങളിൽ നിന്ന്. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് മൊത്തം ഇലവർഗ്ഗങ്ങളാണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ പാൽ ഉൽപ്പന്നങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങൾ, കൂടുതലായിട്ടും ഇലച്ചെടികൾ, അങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നാണ് നമുക്ക് വിറ്റാമിൻ എ നൽകുന്നത്. പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം കുഞ്ഞിന് നൽകുന്ന വിറ്റാമിൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ എ ആണ്. ഓക്കെ, അതാണ് വിറ്റാമിൻ എയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അപര്യാപ്തത രോഗങ്ങളുണ്ട്. വിറ്റാമിൻ എ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വിറ്റാമിൻ എക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതായത് വിറ്റാമിൻ എ മുടിക്ക് വേണം, കരളിന് വേണം, കണ്ണിന് വേണം, ത്വക്കിന് വേണം, എല്ലാത്തിനും വേണം. പക്ഷേ ഇതിൻ്റെ അപര്യാപ്തത വന്നു കഴിഞ്ഞാൽ ഈ കണ്ണിന് കാഴ്ച കുറയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമാകുന്ന അവസ്ഥ. കുറേ പേര് ചിന്തിക്കും ഇത് തിമിരമായിരിക്കും. തിമിരമല്ല, അതായത് തുടർച്ചയായ അഭാവം മൂലം ഉണ്ടാകുന്ന അവസ്ഥ. നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് 2 അപര്യാപ്ത രോഗങ്ങളാണ്, നിശാന്തതയും സീറോഫ്താൽമിയയും. അപ്പോൾ പിന്നെ ഏതായിരിക്കും? ഒന്നെങ്കിൽ നിശാന്ത, അല്ലെങ്കിൽ സീറോഫ്താൽമിയ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞേക്കാം. അപ്പോൾ സീറോഫ്താൽമിയാണ് എൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് വയ്ക്കുമ്പോൾ നമുക്ക് കൊഴുപ്പിൻ്റെ, അതായത് കൊഴുപ്പിൽ ലയിക്കുന്നു, ജലത്തിൽ ലയിക്കുന്നു എന്നുള്ള ഓർഡറിൽ തന്നെ പോകാം. A കഴിഞ്ഞാൽ പിന്നെ D ആണ്. നമ്മൾ അതിൻ്റെ പറഞ്ഞു റെറ്റിനോൾ. അപ്പോൾ ഡീൻ്റെ നമുക്ക് നോക്കാം. ഡീൻ്റെ രാസനാമം എന്ന് വെച്ചാൽ കാൽസിഫെറോളാണ്. ഡീൻ്റെ രാസനാമം കാൽസിഫെറോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ജീവകം ഡിയുടെ രാസനാമം കാൽസിഫെറോളാണ്. സൺഷൈനിൽ നിന്ന്, അതായത് സൂര്യരശ്മിയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് വെച്ചാൽ അത് ജീവകം ഡി ആണ്. പച്ചക്കറിയിൽ നിന്ന് ലഭിക്കാത്ത ജീവകം, പച്ചക്കറിയിൽ നിന്ന് നമുക്ക് ജീവകം ഡി ലഭിക്കില്ല. നമ്മൾ എത്ര പച്ചക്കറി കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ജീവകം ഡി ലഭിക്കാൻ പോകുന്നില്ല. കുറച്ച് വെയിലൊക്കെ കൊള്ളണമെന്നാണ് അർത്ഥം. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഡി ആണ്. ജീവകം ഡിക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ കെമിക്കൽ നെയിമാണ്. അതായത് ശരീരത്തിൽ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ് ഈ ജീവകം ഡിയുടെ ധർമ്മം തന്നെ. അപ്പം കാൽഷ്യം, ഫോസ്ഫറസിൻ്റെ ആണ്. കുട്ടികളിലാണെങ്കിൽ അത് കണയാണ്. ഈ എല്ലാത്തിനും വളഞ്ഞു പോകുന്നൊരു അസുഖമാണ് കണ, റിക്കറ്റ്സ് എന്ന് പറയും. മുതിർന്നവരിലാണെങ്കിൽ അത് ഓസ്റ്റിയോമലേഷ്യ. കുട്ടികളുടെ റിക്കറ്റ്സും മുതിർന്നവരിൽ ഓസ്റ്റിയോമലേഷ്യ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ജീവകം ഡി കാരണം നമുക്ക്, ജീവകം ഡിയുടെ അപര്യാപ്തത കാരണം ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നു. അതായത് കണയും ഓസ്റ്റിയോമലേഷ്യയും പറയുന്നുണ്ട്. അപ്പോൾ ജീവകം ഡി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വരില്ല, അപര്യാപ്ത രോഗങ്ങൾ വരില്ല. അതുകൊണ്ട് തന്നെ ജീവകം ഡിനെ ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് പറയുന്നു.
ആൻറ്റി റിക്കറ്റിക് വിറ്റാമിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവകം ഡിക്ക് മറ്റൊരു പേരുണ്ട്, ഓർത്ത് വെക്കേണ്ടതാണ്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്ന് പറയാറുണ്ട്. സ്റ്റിറോയിഡ് വിറ്റാമിൻ എൽഗോസ്റ്റിറോൾ എന്ന കൊഴുപ്പാണ് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ സാധനം, ഈ എൽഗോസ്റ്റിറോൾ എന്ന് പറയുന്ന കൊഴുപ്പ്, അതാണ് നമ്മളിവിടെ ഓർത്ത് വെക്കുന്നത്. അത് ആണ് ജീവകം ഡി ആയിട്ട് മാറുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ജീവകം ഡി പ്രധാനമായി ലഭിക്കുന്ന ഭക്ഷ്യവസ്തു എന്ന് വെച്ചാൽ പാലുൽപ്പന്നങ്ങളിൽ നിന്ന് ഭക്ഷ്യവസ്തു. പക്ഷേ വേറെ എന്ത് ഭക്ഷണം കഴിച്ചാലും കിട്ടില്ല, സൂര്യൻ്റെ രശ്മിയാണ്. പക്ഷേ ഈ പാലുൽപ്പന്നം എന്ന് പറഞ്ഞാൽ പാലുൽപ്പന്നത്തിൽ നിന്ന് നമുക്ക് ജീവകം ഡി ലഭിക്കും. അപ്പോൾ ഓക്കെ, ജീവകം ഡിൻ്റെ രാസനാമം ഓർത്ത് വെക്കുക, കാൽസിഫെറോൾ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് കൊഴുപ്പിലിരിക്കുന്ന അടുത്ത വിറ്റാമിൻ അല്ലെങ്കിൽ ജീവകമാണ് ജീവകം ഇ, ടോക്കോഫെറോൾ. ഈ ടോക്കോഫെറോൾ ഓർത്ത് വെക്കാൻ ഒരു വഴിയുണ്ട്. നമ്മൾ ഈ എന്ന് പറഞ്ഞിട്ടില്ലേ ചിരിക്കുന്നത്, ഭാഗമുണ്ടല്ലേ വർത്തമാനം പറയുന്നത്, അങ്ങനെ ഓർത്താൽ മതി, കണക്ട് ചെയ്ത് വെക്കുക. ടോക്കോഫെറോൾ, ടോക്കിയ ഈ വെച്ചിട്ട് ടോക്കോഫെറോൾ. ഓക്കെ, അപ്പോൾ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. അത് നല്ല സൗന്ദര്യമുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഇ കൂടുതലായിരിക്കും. എല്ലാവരും സൗന്ദര്യമുള്ളവരാണ്, എന്നാലും നല്ല ഇച്ചിരി കൂടുതൽ സൗന്ദര്യമുള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ഇ ഇച്ചിരി കൂടുതലായിരിക്കും, ചുമ്മാ ഓർക്കാൻ. ഓക്കെ, പിന്നെ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏത് വിറ്റാമിനാണെന്ന് പൊതുവെ ചോദിക്കാറുണ്ട്, പൊതുവെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. അത് വൈറ്റമിൻ എ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ഇ ആണ്. ഹൃദയത്തിനൊക്കെ നല്ല ഇത് വേണമെങ്കിൽ, നല്ല ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റമിൻ ഇ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക. ഓക്കെ, അത് എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യ എണ്ണകളിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ഇ കാണാറുള്ളത്. മുട്ടയുടെ മഞ്ഞയിലും ഇത് കാണാറുണ്ട്. മുട്ടയുടെ മഞ്ഞ കുറേ പേര് പറയും, അയ്യോ മുട്ടയുടെ മഞ്ഞ കൊള്ളൂലേ എന്നൊക്കെ പറയും. പക്ഷേ മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ ഇ ഉണ്ട്. ഈ വൈറ്റമിൻ ഇ വന്ധ്യതയെ ചെറുക്കാൻ സഹായിക്കും. അപ്പോൾ എന്താണ്, വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ധ്യതയാണ്. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത രോഗം വന്ധ്യത. അതുകൊണ്ടാണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്ന് വൈറ്റമിൻ ഇയെ പറയാൻ കാരണം. ഓക്കെ, പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകമാണ് വൈറ്റമിൻ ഇ. അപ്പോൾ അതൊന്നും നമ്മൾ കവർ ചെയ്തു. വൈറ്റമിൻ ഇ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കോഫെറോൾ. പെട്ടെന്ന് ചിലപ്പോൾ ചിലവർക്ക് മാറിപ്പോകും. അപ്പോൾ നിങ്ങൾ ഓർത്ത്, നമ്മൾ ഈ വെച്ച് ഈ എന്ന് ചിരിക്കുന്നു, വായിലൂടെ വർത്താനം പറയുന്നു, അതുകൊണ്ടാണല്ലോ നമ്മൾ വർത്താനം പറയുന്നത്. ടോക്കോഫെറോൾ, ഈ ടോക്കോഫെറോൾ. ഓക്കെ, അടുത്ത കെ, നമ്മുടെ അവസാനത്തെയാണ്, കുഴപ്പമിലിരിക്കുന്ന അവസാനത്തെ വൈറ്റമിനാണ്, ഈ ജീവകമാണ്. എന്താണ് വൈറ്റമിൻ കെ. ആൻറ്റി ഹെമറേജിക് വിറ്റാമിൻ, കോയാഗുലേഷൻ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ബേസിക്കായിട്ട് വൈറ്റമിൻ കെയുടെ ഉദ്ദേശം എന്താ വെച്ചാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുക. അതായത് നമുക്കിപ്പോൾ എവിടെയെങ്കിലും തട്ടി മുറിഞ്ഞ് കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കണമല്ലോ, ഒഴുകിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓർത്താൽ മതി വൈറ്റമിൻ എ കുറവാണ് ആ വ്യക്തിക്ക്. വൈറ്റമിൻ കെ കുറവാണ് ആ വ്യക്തിക്ക്. വൈറ്റമിൻ കെ ആ വ്യക്തിക്ക് കുറവായതുകൊണ്ടാണ് ഈ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വൈറ്റമിൻ കെ ഉള്ളവർക്ക് കറക്റ്റായിട്ട്, അതായത് ഒരു ചെറിയൊരു വൂണ്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അതിൻ്റെ പരിപാടിയൊക്കെ നടക്കും. അതായത് ആ വൂണ്ടൊക്കെ കറക്റ്റ് സമയത്ത് ഉണങ്ങിക്കോളും. കുടലിലെ ബാക്ടീരിയയാണ് എന്താണ് നമ്മുടെ വൈറ്റമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നത്. അത് എസ്തെലീഷ്യ കോളി എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്, ഈ കോള എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ്. തണുപ്പിൽ നഷ്ടപ്പെടുന്ന ജീവകമാണ് വിറ്റമിൻ കെ. ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളമുണ്ട്. ക്യാബേജ്, നമ്മൾ എൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ചായിരുന്നു, ഇലക്കറികളിലും ഇലച്ചെടികളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന്. അതുപോലെ ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയിൽ ധാരാളം കാണപ്പെടുന്നുണ്ട് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ നമുക്ക് ആവശ്യമാണല്ലോ, എപ്പോഴും ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആർക്കെങ്കിലും ഇതാണല്ലോ. അപ്പോൾ ഹീമോഫീലിയൊക്കെ ഇതിൻ്റെ അകത്ത് വരും. ഹീമോഫീലിയ രക്തം കട്ടുപിടിക്കുന്നതിൽ കാലതാമസമുള്ള ഒരു പരിപാടിയാണ്. ജനിതക രോഗമല്ലെന്ന് ചോദിച്ചാൽ ജനിതക രോഗമാണ്. എന്നാലും വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി സിൻഡ്രോം കൊണ്ടും ഹീമോഫീലിയ വരാം. ഓക്കെ, ഓർത്ത് വെക്കുക. ഇനി ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ജീവകം എ തൊട്ട് കെ വരെ, അതിൽ ബി കോംപ്ലക്സും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കി വെക്കുക. അതിൻ്റെ അകത്ത് മെയിനായിട്ട് B9 നോക്കുക, ഫോളിക് ആസിഡ്. പിന്നെ B12 സൈനോകൊബാലമിൻ. അതിൻ്റെ B9ൻ്റെ അപര്യാപ്ത രോഗം നോക്കി വെച്ചേക്കുക. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. B9 മെഗലോബ്ലാസ്റ്റിക്, B9 ഏറ്റവും വലുത് നോക്കാം, മെഗലോബ്ലാസ്റ്റിക്. B12 പെർനീഷ്യസ്, പാവം. ഓക്കെ, ഇനി അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഈസി ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ വിറ്റാമിൻ കെ, വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ. നമുക്ക് AL എന്നറിയാം, ഈസി ആയിട്ട് അറിയാം. CL എന്ന് പറയാം, EL എന്ന് പറയാം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? വിറ്റാമിൻ കെ ആണ്. നമുക്ക് അടുത്ത ദിവസം വേറെ ടോപ്പിക്കായിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ബിയും സിയും നമുക്ക് അടുത്ത ദിവസം കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു.